സമർപ്പണം എന്ന കഥയുടെ തുടർഭാഗം. ഗായത്രി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രകാശ് ഒരു വിവാഹാലോചനയുമായി നീലാംബരിയെ സന്ദർശിച്ചു. നീലാംബരിയോട് അദ്ദേഹം പറഞ്ഞു, വളച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം, എനിക്കൊരു മകനുണ്ട്, പേര് ഭരത്. ഒരിക്കൽ ഗായത്രിയെ കണ്ടിട്ടുണ്ട്. അവൻ അമേരിക്കയിൽ ഡോക്ടറാണ്. നിങ്ങൾക്കും ഗായത്രിക്കും ഇഷ്ടമാണെങ്കിൽ ഗായത്രിയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തുകൂടെ? താല്പര്യമാണെങ്കിൽ അടുത്ത ദിവസം അവൻ വരുന്നുണ്ട്. എങ്കിൽ അവനെയും എൻ്റെ ഭാര്യയെയും കൂട്ടി വരാം. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, കുട്ടിയെ മാത്രം മതി. അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും കുട്ടിയുടെ സഹോദരനൊന്ന് വന്നോട്ടെ, അവനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാം, നീലാംബരി അദ്ദേഹത്തോട് പറഞ്ഞു. ഗൗതം വന്നപ്പോൾ നീലാംബരി ഇക്കാര്യം അവനോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടപ്പോൾ ഗൗതം നീലാംബരിയോട് ചോദിച്ചു, അമ്മ എന്ത് പറയുന്നു? തീർച്ചയായും കാര്യങ്ങൾ കേട്ടിട്ട് കുഴപ്പമില്ല. മാത്രമല്ല, മോൾക്ക് അവിടെ ഒരു ജോലിയുമാകും. എന്തായാലും ചെറുക്കൻ വരട്ടെ. അങ്ങനെ ഒരു ദിവസം ചെറുക്കനും അമ്മയും ഡോക്ടറും കൂടി വന്നു. ഗായത്രിയെ കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇരുകൂട്ടർക്കും അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ തന്നെ ആ കല്യാണം നടന്നു. സ്ഥലം വിറ്റ് കിട്ടിയ പണത്തിൻ്റെ ബാക്കിയും നീലാംബരിയും ഗൗതവും ഉണ്ടാക്കിയ പണവും കുറച്ച് ലോണുമൊക്കെ എടുത്ത് കുറച്ച് ആഭരണങ്ങളുമൊക്കെ എടുത്താണ് വിവാഹം നടത്തിയത്. വിവാഹം ഉറപ്പിക്കുന്നവരെ ഗായത്രിക്ക് അറിയില്ലായിരുന്നു നീലാംബരി അവളുടെ അമ്മയല്ലെന്ന്. ഒരു ദിവസം അത് പറയേണ്ടതായി വന്നു ഗൗതമിന്. കാരണം കല്യാണത്തിന് നമ്മുടെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു ദിവസം ഗായത്രി പറഞ്ഞു ഗൗതമിനോട്. അന്ന് ആദ്യമായാണ് നമ്മുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾ ചോദിച്ചത്. നീലാംബരി അത് കേട്ടില്ല. ഗൗതം തീരുമാനിച്ചു ഇനി അവളോട് എല്ലാം തുറന്നു പറയണമെന്ന്. ഗൗതമിനോട് മുത്തച്ഛൻ്റെ സുഹൃത്തായിരുന്ന സുധീർ ഒരിക്കൽ പറഞ്ഞു. നീലാംബരിയുടെ ജീവിതകഥ മുഴുവൻ ഗൗതം മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ അവളെ മറക്കരുത്. ഒരുപാട് പേർ എതിർത്ത് പറഞ്ഞിട്ടും നിങ്ങൾക്കായി മാത്രം ജീവിച്ചതാണ് നീലാംബരി. അത് മരണം വരെ ഓർമ്മയിൽ സൂക്ഷിക്കണം. എല്ലാം ഗായത്രിയോട് തുറന്നു പറഞ്ഞു ഗൗതം. അവസാനം അവൻ പറഞ്ഞു, നമുക്കായി കൗമാരവും യൗവനവും ഹോമിച്ചു. നല്ല ഒരു തുണി ഉടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നല്ലതുപോലെ ഒന്ന് ഒരുങ്ങി കണ്ടിട്ടുണ്ടോ? നമ്മളെ വളർത്താനായി ചെയ്യാത്ത പണികളില്ല, കേൾക്കാത്ത പണികളില്ല. നമ്മുടെ മരണം വരെ ആദ്യം വണങ്ങേണ്ട ദൈവമാണ് നമ്മുടെ അമ്മ നീലാംബരി. എല്ലാം കേട്ട് ഗായത്രി പൊട്ടിക്കരഞ്ഞു. ഒന്നും അറിയില്ലായിരുന്നേട്ടാ. അല്ല മോളെ, ഒന്നും അവർ നമ്മളെ അറിയിച്ചില്ല, അതാണ് സത്യം. നീലാംബരി ആരെന്നറിഞ്ഞത് മുതൽ ഗായത്രിക്ക് നീലാംബരിയോട് കൂടുതൽ സ്നേഹമായിരുന്നു. അധികം വൈകാതെ ഗായത്രിയും ഭർത്താവും അമേരിക്കയിലേക്ക് മടങ്ങി. പോകാൻ നേരം നീലാംബരിയെ കെട്ടിപ്പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. ആ പാദത്തിൽ വീണ് അനുഗ്രഹം വാങ്ങി യാത്രയായി. നീലാംബരി ദൈവമേ എന്ന് നന്മ നിറഞ്ഞതാവട്ടെ അവരുടെ ജീവിതമെന്നും പ്രാർത്ഥിച്ചു. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും വിവാഹ സ്ഥലത്തും നീലാംബരി പോകാറേയില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നീലാംബരി ഒരു വിവാഹത്തിൽ പങ്കെടുത്തത്. അത് ഗായത്രിയുടേതായതുകൊണ്ട് മാത്രം. അതിനൊരു കാരണമുണ്ട്. നീലാംബരിയുടെ കൂടെ പഠിച്ച ഒരു രമ്യ എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വിവാഹത്തിന് ക്ഷണിച്ചു. തൊട്ടടുത്തുള്ള വീടായിരുന്നു. പോകാതിരിക്കുവാൻ പറ്റുമോ? തലേ ദിവസം തന്നെ പോയി. അയൽവക്കമല്ലേ എന്ന് കരുതി വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറിയത്. ആഭരണങ്ങളൊക്കെ കാണിച്ചു. വേണ്ടെന്ന് പറഞ്ഞാൽ അസൂയ കൊണ്ടാണെന്ന് പറയുമല്ലോ എന്നോർത്ത് എല്ലാവരെയും പോലെ നീലാംബരിയും കണ്ടു. സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ പിറ്റേ ദിവസം ഒരു പ്രശ്നമുണ്ടായി. ആഭരണങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞ് അവസാനം അത് നീലാംബരിയുടെ തലയിൽ ആ കുറ്റം ചാർത്തി. അവിടെ വന്നവർ ആരെന്ന ചോദ്യത്തിൽ നീലാംബരിയുടെ പേരാണ് മുൻപന്തിയിലുണ്ടായിരുന്നത്. അവർ നോക്കിയപ്പോൾ എനിക്കാണ് പണത്തിനേറെ ആവശ്യം. അവർ എന്നെ പണിസ്ഥലത്ത് വന്ന് പിടിച്ചുകൊണ്ടുപോയി. ചോദ്യം ചെയ്യുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. കുറ്റം തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യമാണല്ലോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സത്യം തെളിഞ്ഞു. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാർ തന്നെ വിട്ടയച്ചു. നാട് മുഴുവൻ ഈ വാർത്തയറിഞ്ഞു. സ്റ്റേഷനിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചായിരുന്നു നീലാംബരിയുടെ ചിന്ത. കള്ളക്കേസാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? പിന്നീട് ഒരിക്കലും നാട്ടിൽ ആര് വിളിച്ചാലും, ആരേത് വിവാഹത്തിന് വിളിച്ചാലും, മരിച്ചാലും, ഏത് കാര്യത്തിനും നീലാംബരി ആൾക്കാർ കൂടുന്നിടത്തൊന്നും പോകാറില്ല. അവളുടെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചു ആ സംഭവത്തിൽ. ഓരോരോ അനുഭവങ്ങൾ ഓരോരോ പാഠങ്ങളാണല്ലോ. ഈ പ്രായം വരെ അവൾ കേൾക്കാത്ത പേരുദോഷങ്ങളില്ല, അവൾക്കില്ലാത്ത കുഴപ്പങ്ങളില്ല. ഒന്നിനെയും അവൾ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. എങ്കിലും ഇന്ന് എല്ലാം മാറി. ജീവിതത്തിന് പുതിയൊരടിസ്ഥാനമുണ്ടായി. എങ്കിലും ആ പഴയ കഥ ഈ അവസരത്തിൽ നീലാംബരി ഓർത്തുപോയി. അടുത്ത ഭാഗമായി വീണ്ടും